നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിനിഞ്ഞാന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പെപ്സിയാറുമായിട്ട് ബന്ധപ്പെട്ട് 2010 അമെന്റ്മെന്റിനെ ആധാരമാക്കി പുതിയ ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ ഓവർ ദ സഡനാണ് കഴിഞ്ഞു. അതും നമുക്ക് ഈ പുതിയതായിട്ടുള്ള ഓൾറെഡി ഒരു പ്രൊപ്പോസ്ഡ് അമെന്റ്മെന്റ് ഈസ് in the parliament, which they are yet to take that, hope that they may not take, we pray for that. Anyway, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ റൂൾസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇന്നലെ വരെ നമ്മൾ അന്നത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇതുവരെയും അല്ലെ NGO പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ നിയമങ്ങൾ പാലിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതിനാൽ ഒരാവശ്യമുള്ള കാര്യമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഗവൺമെന്റ് ഇതിലൂടെ ചില ക്ലാരിഫിക്കേഷനുകളാണ് തന്നിരിക്കുന്നത്. അത് പലപ്പോഴും സാധാരണഗതിയിൽ ഈ NGO പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലാണ് ഈ നിയമങ്ങൾ. അതായത് NGO പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള നിയമങ്ങളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇത് പറയുകയാണെന്നതിൽ നിയമം അനുസരിച്ച് ഇതുവരെ we could have pan India NGO. That means ഒരിടത്ത് ഡൽഹി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ NGOക്ക് ഈ രാജ്യത്തിന്റെ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പൊ അത് മാറ്റി വേറൊരു സ്റ്റേറ്റിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക ഗവൺമെന്റിലേക്ക് കൊടുക്കണം. നമ്മൾ NGO പ്രവർത്തനങ്ങൾ തന്നെ പറയുന്നത് പാവങ്ങളെ സഹായിക്കാനായിട്ടും അവര് ദരിദ്രരുടെ ഉന്നതത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ കിട്ടുന്ന പൈസ ഇങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തിക്കുന്ന NGOകൾക്ക് കൊടുക്കാൻ അതിൻ്റെ ഒരു വലിയ തുകയാണ്. അത് NGOകളെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കുന്നതാണ്. പിന്നീട് ഉള്ളതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 2 വർഷത്തിനകം 10 ലക്ഷം രൂപ എങ്കിലും ചെലവാക്കിയിരിക്കണം. ചെലവാക്കാത്ത NGOകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകും. ചെറിയ NGOകൾ, ചെറിയ വില്ലേജുകളിലൊക്കെ പ്രവർത്തിക്കുന്ന NGOകൾ, അല്ലാതെ ദിവസവും ഏജൻസികൾക്ക്, FCRO ഏജൻസികൾക്ക് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു വലിയ ഇതാണ്. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പം 10 ലക്ഷം രൂപ കിട്ടാറുള്ളൂ, ചിലപ്പം 10 ലക്ഷത്തിൽ താഴെയായിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെ വരുന്ന NGOയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകുന്നു. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ ഗവൺമെന്റിനോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളതാണ്, ഇങ്ങനെ കഠിനമായ നിയമങ്ങൾ കൂടാതെ ഇങ്ങനെയുള്ള NGOകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുവാനായിട്ട്, അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഗവൺമെന്റ് NGOകളെ സഹായിക്കണമെന്നുള്ളതാണ് നമുക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലെങ്ങനെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? നിയമപരമായിട്ട് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ലീഗലി നമുക്ക് ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെയുള്ള റൂൾ വന്നത് പോരാത്തതിന് ഓൾറെഡി എ പ്രപ്പോസ്ഡ് bill is there. We are trying to lead the government to change such draconian law which has been already proposed. So we have been trying to appeal to the government, please change it, and we hope that the government will come up with a law that could help the NGOs to work for the development of our country. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ മൈനോറിറ്റി മിനിസ്റ്റർ ബഹുമാനപ്പെട്ട കിരൺ റിജിജുവിനെയാണ് കാണാൻ പറ്റിയത്. അദ്ദേഹത്തെ കണ്ട് നമ്മുടെ മെമ്മോറാണ്ടം കൊടുത്തിട്ട് നിങ്ങൾ അത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പല വഴിക്ക് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക്
ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററെ കാണാനായിട്ടുള്ള അനുവാദമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൈനോറിറ്റി മിനിസ്റ്ററായി കാണുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് കേരള ഇലക്ഷൻ മാത്രമായിരുന്നു ഈ അമെന്റ്മെന്റ് ബില്ല് മാറ്റിവെക്കാനുള്ള കാരണമെന്ന് സഭ കരുതുന്നു. സഭയ്ക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഇന്ത്യയിലെ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചില പൗര അവകാശങ്ങളുണ്ട്. ആ പൗരാവകാശങ്ങളുടെ മേല് കടന്നു കയറാതിരിക്കണം എന്നുള്ളതാണ് എല്ലാ സിറ്റിസനെ പോലെ സഭയുടെയും ചിന്ത. ഫോറിൻ ഫണ്ട് ഉപയോഗിക്കേണ്ട ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉപയോഗിക്കാനുള്ള ലിസ്റ്റ് അവർ പറയുന്നത് 105 ആക്ടിവിറ്റീസ്. അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് സഭ ആഗ്രഹിക്കുന്നു? എനിക്ക് തോന്നുന്നത് ലിസ്റ്റില് ആരോഗ്യകരമായ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളതായി തോന്നുന്നു. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറയുന്നത് മതപരിവർത്തനം പാടില്ല. മതപരിവർത്തനം അതൊന്നും ക്ലിയർ ആയിട്ടൊന്നും ഒരു ക്ലാരിറ്റി ഏത് തരത്തിലുള്ള വേണമെങ്കിലും ആ ഒരു വാക്കിനകത്ത് വരാം. ഇതൊരു അംബിഗ്വിറ്റി നിലനിൽക്കുന്നുണ്ട്. ആ 105 ലിസ്റ്റ് അത് റെസ്ട്രിക്റ്റീവ് ആണെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റെസ്ട്രിക്ഷൻ ആയിട്ടാണല്ലോ ഈ 105 അവർ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ പല മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം അടക്കം അനുവദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ബ്രാക്കറ്റിൽ പറയുന്നത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളതാവും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിച്ചു. അപ്പൊ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പ്രോസിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള നടപടികൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാം അംബിഗ്വിറ്റീസ് നിലനിൽക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ല. പിൻപാണോ എന്നുള്ളതല്ല പ്രധാനം. കാരണം അവരടിച്ചാലും ബില്ല് കൊണ്ട് വന്നത് ഇപ്പൊ ഇത് കഴിഞ്ഞപ്പം വരുന്നു. പക്ഷെ അതും ഇതുമായിട്ടൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ ചില സ്റ്റേറ്റുകളിൽ നടക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നില്ല. പക്ഷെ ഇത് അതിലൊക്കെ ഉപരിയായിട്ട് പൊതുജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നല്ല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിഘാതമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതുവഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP പാർട്ടി നേതാക്കളുണ്ട്. അവർക്ക് ഇത് ഇടപെടണമെന്ന ആവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കേന്ദ്രം ഭരിക്കുന്ന നേതാക്കളെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തെ ഓരോ നേതാക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ NGOകളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന എല്ലാ നേതാക്കളും എടുക്കണമെന്നുള്ളതാണ്. അതായത് നടപടി എടുക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ എംപിമാരെയും ലോക്കൽ തലങ്ങളിൽ കാണുവാനായിട്ട്, അല്ലെങ്കിൽ ലോക്കൽ തലത്തിൽ ചർച്ചിന്റെ നേതാക്കൾ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മെമ്മോറാണ്ടങ്ങളൊക്കെ എഴുതി കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ. അതായത് ചർച്ച് മാത്രമല്ല, നിങ്ങൾ NGO എന്ന് പറയുമ്പോൾ ചർച്ചകളെ മാത്രം ഞാനതാണല്ലോ, ഞാൻ NGO എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി NGOകളുണ്ട്.
അത് ചർച്ചിന്റെ മാത്രമല്ല, അല്ലാത്ത എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും NGO പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ സഭ ഇതിനകത്ത് വീണ്ടെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ സഭ എന്നും പാപങ്ങളുടെ പക്ഷത്താണ്, പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാടും വീടും വിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് പാപങ്ങളുടെ ജീവിതത്തെ അഫക്ട് ചെയ്യുന്ന ഏത് കാര്യം വന്നാലും സഭ അതിനു വേണ്ടിയിട്ട് ശക്തി ഇല്ല. ഞങ്ങളുടെ CBCI സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ സഭകളുടെയും അതുപോലെ തന്നെ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ എല്ലാവരും കൂടി ചേർന്ന് 28-ാം തീയതി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നിയമനിർമ്മാതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സഭ എന്നും ക്രിസ്ത്യ വിശ്വാസികൾ എന്നും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഗവൺമെന്റ് മുന്നിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഡിമാൻഡിന് അനുസരിച്ചുള്ള അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ ഇടപെടലിലൂടെ മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അധികാരം എന്നും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരമാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്. അപ്പം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടൊരു ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് CBCIയുടെ പ്രസിഡന്റ് എല്ലാ രൂപതകളിലെ മെത്രാന്മാരെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അവരവരുടെ സ്ഥലങ്ങളിൽ അവരവരുടെ ഇടവകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രാർത്ഥിക്കുന്നത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. രാജ്യത്തെ നേതാക്കൾക്ക് വേണ്ടി നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി. അതിലുപരിയായിട്ട് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾക്കനുസരിച്ച് ഒരു നിയമനിർമ്മാണം നടക്കണമെന്ന് അല്ല, സഭയെ ബന്ധപ്പെടുന്ന എല്ലാവരും കൂടെ കൂടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ NGO ലൈസൻസുള്ള എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. CBCIയുടെ കണക്കിൽ അങ്ങനെ എത്ര NGO കാത്തലിക് ചർച്ചിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്? We will have around 1,000 plus NGOs will be many NGOs. They have gathered under banner of different forums. Like now there is one PC. So similarly there are in different states like-minded NGOs, not only Christian. There are Hindu NGOs, there are Muslim NGOs also have come together under different forum opposing all these things. ഇതില് ഒരു കഴിഞ്ഞ തവണ XCR നിയമത്തിന്റെ നമ്മുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടാൽ സ്വത്തുവാദം സർക്കാരിലേക്ക് പോകുന്ന രീതിയിലേക്ക് അന്ന് ഇപ്പോഴത്തെ വന്നിട്ടുള്ള ചട്ടം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എങ്ങനെ രജിസ്ട്രേഷൻ പോകും എന്നതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ വ്യക്തത തരിക. ചുരുക്കി പറഞ്ഞത് കൃത്യമായിട്ടും ഇത് നമ്മുടെ NGOകളുടെ പ്രവർത്തനങ്ങൾ, ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലല്ല, NGOകളുടെ പ്രവർത്തനത്തിനെ കൃത്യമായിട്ട് എങ്ങനെ കൂട്ടാം എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തുറന്ന് പറയുന്നതിന് CBCIക്ക് ഇപ്പോൾ CBCI പിന്നോക്കം നിൽക്കുകയാണ്. കാരണം ഒരു വിമർശനമായിട്ടെങ്കിലും, അതായത് ഇത് ഇത്തരത്തിൽ സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല, സർക്കാർ എന്തെങ്കിലും ലക്ഷ്യമൊന്നും കരുതുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരു പ്രതികരണമായി പോലും പുറത്തു വരുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞതല്ല, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തന്നെ നിന്ന് പോകും. ആ ഒരു രീതിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ഓരോ രൂപതകളിലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ല, ഞായറാഴ്ച എല്ലാ പള്ളികളിലും നമുക്ക് പ്രാർത്ഥനകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നടക്കാം. അല്ലാണ്ട് മറ്റൊരു രീതി അല്ല, അന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഓരോ സ്ഥലത്തും അവിടുത്തെ മെത്രാന്മാർ ഏത് തരത്തിലാണ് തീരുമാനത്തിലേക്ക് അതനുസരിച്ചാണ്. നിയമവിരുദ്ധമാണ് എന്ന നിലപാട് നമുക്ക് ഉണ്ടല്ലോ, പുതിയത് വരുന്നതടക്കം. അതിനെതിരെ കോർട്ടിനെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടോ?
അത് ഈ സമയത്ത് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വി ആർ വാച്ചിങ്. We cannot. No, we cannot. It's not a law is not made. I mean, these rules are come. This amendment has been not Once completed. we can't do that, we have to wait and watch it. When all what we say is not accepted, then there are court is also option. No? It's last we have to go to the court. ഇപ്പൊ ചട്ടങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ മാത്രം വരുമാനം കിട്ടുന്ന എൻജിഒകളും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുള്ളതാണ്. വൈകി പോകുന്നില്ല. നമ്മളതെല്ലാം വാച്ച് ആൻഡ് സീ എന്നുള്ള മോഡലിലേക്ക് പോകുന്നു. സഭ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. സഭ ഒരു ആധ്യാത്മിക ഓർഗനൈസേഷനാണ്. അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തും എന്ന് വിചാരിച്ച് രാഷ്ട്രത്തിൽ ഇടപെടുന്നില്ല എന്നല്ല, രാഷ്ട്രത്തിൽ ഇടപെടാറുണ്ട്. അതിന്റെ ആവശ്യങ്ങൾ വരുന്നത്. എന്നാൽ നമ്മൾ രാഷ്ട്രീയക്കാരുടെ നമുക്ക് എടുത്തു ചാടി അല്ലെന്നതിൽ നമ്മളൊരു വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡല്ല. ലീഗലാണ് ഞാൻ ചോദിച്ചത്. ലീഗലായിട്ട് നമ്മളത് പോകുന്നത്. അതെന്ന് കഴിഞ്ഞാൽ എന്തോ ലീഗലായിട്ട് നടപടി സ്വീകരിക്കാൻ ലേറ്റ് ആവുന്നില്ലേ എന്നാണ് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ only bill is introduced. So far that bill has been not passed. Now this rule has come. Only day for yesterday the rule has come. We are studying about it, and as the days come, we may go to the court. There is no other way. ഇപ്പോൾ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് FCR ലൈസൻസ് ഉണ്ട്. അതുപോലെ ക്രിസ്ത്യൻ കണക്ഷൻ ഉള്ള എത്ര NGOകൾക്ക് രാജ്യത്ത് FCR ലൈസൻസ് അത് കൃത്യമായിട്ട് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. എന്തായാലും 10,000-ഓളം എങ്കിലും അത് കൂടുതലെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. FCR ലൈസൻസ് ഉള്ളൂ. തീർച്ചയായിട്ടും റീസൈക്കിൾ ലൈസൻസ് വളരെ കർശനമാക്കിയാണ് ഇന്ത്യയോട് ചെയ്യുന്നത്. പക്ഷേ RSS നോക്കിയാൽ ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. എന്റെ പഠനമനുസരിച്ച് അതൊന്നും ഞാൻ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഈ രാജ്യത്ത് ഏതൊരു ഓർഗനൈസേഷനും നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷന് അതിന് വരിയിൽ നമ്മുടെ നിയമത്തിന്റെ ചട്ടക്കൂടുകൾ അനുസരിച്ച് അതിനൊക്കെയുള്ള നിയമങ്ങളുണ്ട്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ അക്കൗണ്ടുകൾ കാണിച്ചിരിക്കണം, ഓഡിറ്റിംഗ് നടത്തണം. ഇതൊക്കെ രാജ്യത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷനുകളും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ചില പ്രത്യേക ഏജൻസിയെ പറ്റി എനിക്ക് അഭിപ്രായം പറയാനായിട്ട് താല്പര്യമില്ല. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നത് ഞാൻ ചോദിച്ചു. ഇപ്പോ ഒരാളും ഇല്ലാതായി. പ്രാതിനിധ്യം പോലും മുസ്ലിം ക്രിസ്ത്യൻ പ്രാതിനിധ്യമില്ലാത്ത ഒരു കേന്ദ്ര മന്ത്രിസഭയാണ്. ഇതേ സഭ എങ്ങനെയാണ് കാലാവധി അതായത് രാജ്യസഭയിൽ സ്വീകരിക്കുന്നില്ല. പകരം ഒരാൾ വരുന്ന സാധ്യതകളും കാണുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റിൽ ജോൺ ബർണ പേരിന് ഒരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. ഇത്തവണ ആരും തീർച്ചയായിട്ടും ആശങ്കാജനകമായ കാര്യമാണ്. We will request the government to have, even if somebody is there, I don't think they are making any yes. അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്തത് ആശങ്കയുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ അമിത്ഷായെ പലതവണ കാണാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ മാസങ്ങളായില്ല പഴയ ബില്ലൊക്കെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ അനുമതി കിട്ടാത്തത്? അദ്ദേഹത്തോട് ചോദിക്കുന്നതല്ല, ഇന്ത്യൻ സഭ ഇങ്ങനെ ആവർത്തിച്ച് CBCയെ ശ്രമിക്കുന്നു, PM-ഉം പ്രസിഡന്റും അടക്കം അന്നൊരു സ്ഥലം കൂടെയൊക്കെയാണ്. എന്നിട്ടും കോൺഗ്രസിനെ കാണാനായിട്ട് എന്തുകൊണ്ടാണ് പറ്റുന്നത്? anyway we will try again. We can only request. ഒരു പക്ഷേ അവർക്ക് സമയം ഉണ്ടായിരിക്കില്ല നമ്മളെ കാണാൻ വേണ്ടി, അതുകൊണ്ടായിരിക്കാം, മറ്റു തിരക്കുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ വി ആർ നോക്കിംഗ് അറ്റ് ദ മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു റീഡിഫൈൻഡ് ലിസ്റ്റ് കൊണ്ടുവന്നതെന്നാണ് അതിന്റെ ഒരു ഇന്റൻഷൻ എന്താണ് CCI ഒരു പക്ഷെ അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നമുക്ക് തരുന്നതായിരിക്കാം. നമുക്ക് അനുകൂലമാണെന്നുള്ള ഇതിലാണോ? അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനുകൂലമല്ല പല നിയമങ്ങളും നമുക്കറിയാം. പക്ഷെ കുറെ ക്ലാരിറ്റികൾ വരുത്തിക്കണം.
നേരത്തെ നമുക്ക് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം കുറെ ക്ലാരിഫിക്കേഷനുകൾ കഴിഞ്ഞ ദിവസം ഒരു തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ വന്ന് ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഞങ്ങൾക്ക് കാനഡയിൽ നിന്നും UK യിൽ നിന്നും US ൽ നിന്നും ഫണ്ടൊന്നും വരുന്നില്ല എന്നാണ്. ഇത് തന്നെയാണോ പ്രധാന പ്രശ്നം? ഈ ഫണ്ട് വിദേശ ഫണ്ടിങ്ങിന് അനിയന്ത്രിതമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ നിങ്ങൾ കമന്റ് പറഞ്ഞാൽ ട്രസ്റ്റ് വിദേശത്ത് നിന്നാണ് UK, US, കാനഡ പോലുള്ള സ്ഥലത്ത് നിന്ന് രാജ്യം ഫണ്ട് വരുന്നില്ല. ഇവിടെ തന്നെയുള്ള ഫണ്ട് അവരുടെ അംഗങ്ങളൊക്കെ തിരിച്ചെടുക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തി ഉണ്ടാക്കുന്ന പൈസയാണെന്ന് പറഞ്ഞിരുന്നു. ഇത് പ്രധാന പ്രശ്നം ഈ വിദേശത്ത് നിന്ന് ഇങ്ങനെ കണക്കില്ലാത്ത രീതിയിൽ ഫണ്ട് വരുന്നതാണ്. കണക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റുന്നതിൽ എന്തെങ്കിലും പ്രശ്നമാണ്? ഈ കണക്കില്ലാത്ത രീതി എന്ന് പറയുന്നത് ശരിയല്ല. സഭയെ സംബന്ധിച്ചുള്ള കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഏത് NGO ആണെങ്കിലും നിലവിലുള്ള നിയമം അനുസരിച്ച് അവരെല്ലാ വർഷവും കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്തുകയും ഓഡിറ്റഡ് റിപ്പോർട്ട്, അതായത് ഇൻകം ടാക്സ് റിപ്പോർട്ട് അണ്ടർ IT കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. All these years we have been giving and they are approving our audited accounts. So there is no fund that is unaccounted. Everything is accounted. It's not a huge amount. That to our objective just investment. It's a very small amount that all NGOs together also it may not cross even 2-3%. It was already mentioned in the last session of the parliament only. So, 21,000 crores, which is not a big amount. It's very small amount. പിന്നെ അമേരിക്ക, കാനഡ, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡ് പിന്നെ പൈസ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവര് എവിടെ അവരുടെ സഹോദരങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അവിടെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ തരും. അത് മറ്റുള്ളവർ വേദനിച്ചിട്ട് ഒരുമിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളിപ്പോൾ ക്യാൻസലേഷൻ റദ്ദാക്കിയ കുറച്ച് കേസുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന കേസുകൾക്ക് പോലും ഇത് ക്യാൻസലാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൽക്കട്ട ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഗവേഷണത്തിന് വേണ്ടി അമിതമായി ഫണ്ട് ഉപയോഗിച്ചു എന്ന പേരിൽ അവരുടെ FCRA ലൈസൻസ് ക്യാൻസലാക്കി. അതിൽ അതായത് ഒരു ഗവേഷണം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് രോഗം എങ്ങനെ പകരുന്നു, അതിന് പ്രതിവിധി എങ്ങനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ മരുന്നുകൾ കണ്ടെത്തണം, അതാണ് ഗവേഷണത്തിന് വേണ്ടി പൈസ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പൈസ ഉപയോഗിച്ചത് ശരിക്കും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഗവേഷണത്തിന് വേണ്ടി എക്സസ് മണി ഉപയോഗിച്ചത് ഒരു പൊതുവായിട്ടുള്ള കാത്തലിക് അല്ല പൊതുവായിട്ടുള്ള ഒരു NGOയുടെ ലൈസൻസ് റദ്ദാക്കി. അപ്പോൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് FCRA ലൈസൻസ് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ആശങ്കാജനകമാണ്. ജനങ്ങൾക്ക് കിട്ടാവുന്ന ഹോസ്പിറ്റൽ വഴിയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയൊക്കെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഒരുപാട് നന്മകൾ അത് റദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സഭയുടെ മറ്റൊരു ആശങ്ക. കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഇല്ല, എങ്കിലും നമ്മളൊരു ലിസ്റ്റ് കൊടുക്കാൻ നമുക്ക് ഒരു ഏകദേശം ഞാൻ കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഒരു 85-90 കേസസ് നമ്മൾ നോക്കിയത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് സഭയുടെ NGOകൾ ക്യാൻസൽ ആയിപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ FCRA വെച്ചാൽ വേറെ കുറച്ച് റീസണുകളാണ്. അതായത് ഇത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ എൻട്രി ചെയ്തില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് വി ഹാവ് ഈസ് അവർ ഓഡിറ്റേഴ്സ് have made the mistake, maybe because of their foresight or their difficulties. Because this is if they have asked and if we have been given a hearing, we could have clarified and we could have done. Even our No? Yes, it is കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോറൻസിക് എവിഡൻസ് ഓഡിറ്റ്. We are asking for the accounts of the last 10-20 years and asking us to upload in 3 days' time. It's almost impossible. If you don't do it, it's gone. And See, simply means if you want to target someone, you can target. You know,
even if the person has got everything in order, small things are there, you pick up and then you can even target. So that is what basically happens, may happen in this case also. I heard that one of the points is that 10 lakh maximum threshold of maximum activity spend. But in when this rule came recently, but in the past also, maybe there might have been some NGOs whose FCR might have cancelled because of this. Because this was not clarified those days in the past amendment. And some NGOs must have also lost their registration, FCR registration because of this law, this rule which came more clearly now in this amendments. So, like these things are there. That is what is our worry. That is why we oppose it. വേറൊരു പ്രത്യേകമായിട്ടുള്ള കാര്യം കീ ഫങ്ഷണറീസിന്റെ ഡെഫിനിഷൻസ് അങ്ങ് എക്സ്പാൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ അത് വലിയ ത്രെട്ടാണ്. ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന ആൾ പോലും അതിനകത്ത് ഫങ്ഷണറീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെടാം. അപ്പോൾ ഒരു ചെറിയ ഡിഫോൾട്ടർ പോലും ഓർഗനൈസേഷനെ ബാധിക്കും. അതിന് ക്യാൻസലേഷനിലേക്ക് ലീഡ് ചെയ്യും. പ്രോബബ്ലി ആൻ അക്കൗണ്ടന്റ്, ആൻ ഓഫീസ് മേയർ, അങ്ങനെയുള്ളവരുടെ ഡിഫോൾട്ടിങ് പോലും, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പോലും, ഒരു ടെക്നിക്കൽ ഇഷ്യൂ പോലും ഇങ്ങനത്തെ ഒരു ഇത്രയും വളരെ സുതാര്യമായിട്ട് വലിയ നന്മ വരേണ്ട ഒരു കാര്യത്തിന് ക്യാൻസലേഷനിലേക്ക് ലീഡ് ചെയ്യും. അത് വലിയ ആശങ്ക തന്നെയാണ്. കാരണം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പല ബ്രാഞ്ചുകളായിട്ടൊക്കെ ചെയ്യുന്ന FCRയിൽ ഇത്ര പെട്ടെന്നുള്ള ഇതുപോലത്തെ വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ്. ഇത് ഞാൻ പറയുന്നില്ല ശ്വാസം പിടിക്കോ ശ്വാസം പിടിച്ച് കൊല്ലും. എന്തായാലും ഈ റൂൾസ് കടുത്ത നിയന്ത്രണമാണ്. സഫോക്കേറ്റീവ് സിറ്റുവേഷൻ. നിങ്ങൾ പറഞ്ഞ പോലെ 105 പ്രപ്പോസ്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ പർപ്പസ് ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് പണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു മേജർ 5 ഹെഡിങ്ങിലായിരുന്നു. അപ്പോൾ ആ മേജർ 5 ഹെഡിങ്ങിന്റെ ഉള്ളില് നന്മയായിട്ടുള്ളതെല്ലാം ചെയ്യാം. ആ കാറ്റഗറിയിൽ പെടുന്ന ടാർഗറ്റ് ഗ്രൂപ്പിന് ആവശ്യമായ നന്മയൊക്കെ ചെയ്യും. ഇപ്പൊ ആ പ്രപ്പോസ്ഡ് ആ 105 എണ്ണത്തിലേക്ക് ഒതുക്കുമ്പോൾ നാം ചെയ്യുന്ന പലതിനെ അതിനകത്ത് പെടുന്നില്ല എന്ന് നിർവചിക്കാൻ എളുപ്പമാണ്. ഇന്റർപ്രിട്ടേഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം അത് എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. പെട്ടെന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നുണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റിനെ അഡ്രസ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ അതിനെ കൊണ്ടുവരാൻ അത് എളുപ്പമല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റൂൾസിലെ ചേഞ്ചസ് അതിനേക്കാൾ ഒരു ത്രെട്ടാണല്ലോ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബില്ല്, അതായത് NGOകളുടെ ഏതെങ്കിലും FCR എപ്പോഴെങ്കിലും ക്യാൻസർ ചെയ്യാനുള്ള സ്വത്തുക്കൾ മൊത്തം കണ്ടിട്ടാവുന്നത്. നിങ്ങൾ വലിയ തുകയിൽ ചെറിയ ശതമാനം FCR മൊത്തം പിടിച്ചെടുക്കാൻ ഒക്കെയുള്ള നിയമങ്ങൾ അതിനെ അതിനോടുള്ള ഇനിയുള്ള സമീപനം. അതിനെതിരായിട്ടാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ളതാണല്ലോ മൈനോറിറ്റി മന്ത്രി. തിരുവനന്തപുരത്തിനെ കണ്ട് നമ്മുടെ സംഘടനകൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം വളരെ നെഗറ്റീവായ രീതിയിൽ നമ്മുടെ NGOയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അകത്ത് അതിനനുസൃതമായ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരു പൗരന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ലഭിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഏർപ്പെടുത്തി തരണം എന്നുള്ള അപേക്ഷയാണ് ഗവൺമെന്റ്. So thank you so much for coming here, and I know the other press conference also is very important on the same issue, so we can go ahead to cover that press conference. Thank you once again, and if anything is there, developments, we will shortly inform you and keep you up.